നിഖിൽ, അങ്ങനെ ആ ട്രെയിനിൽ സംശയിച്ച ട്രെയിനിൽ കുട്ടിയില്ല. ഇനിയും മറ്റു ട്രെയിനുകളിൽ കൂടി പരിശോധനയുണ്ടോ നിഖിൽ? അതെ, നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന RPF ഉദ്യോഗസ്ഥർക്കൊക്കെ വിവരം ലഭിച്ചിരുന്നത് പ്രകാരമുള്ള അരുണ എക്സ്പ്രസ്സിൽ ആ കുട്ടി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് കന്യാകുമാരിയിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുള്ള ട്രെയിൻ, അതായത് 7:40 തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ള വിവേക് എക്സ്പ്രസ്സിൽ കുട്ടി ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള RPFന്റെ പരിശോധന ഉണ്ടാകും. 2:40 ആ ട്രെയിൻ ഇപ്പോൾ ഒലവക്കോട്, അതായത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്നാണ് അറിയിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയായിരുന്നു. ഈ ഏതാണ്ട് കുഞ്ഞിനെ കാണാതായി 10-13 മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന വേളയിൽ പാലക്കാട് നിന്ന് ആ കുട്ടിയെ കണ്ടെത്തി എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വിവരം, അത്തരത്തിലുള്ളൊരു സംശയമായിരുന്നു പങ്കുവച്ചിരുന്നത്. ചില ഫോട്ടോകളും ചില ചിത്രങ്ങളും ഒക്കെ പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പിതാവ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ട്രെയിനിൽ ഉടനീളം പരിശോധനകൾ നടത്തിയിട്ടും ഏതാണ്ട് 20 മിനിറ്റിലധികം ഈ കുട്ടിയെ ഈ ട്രെയിനിൽ വെച്ച് ഉദ്യോഗസ്ഥർ തിരയുന്ന സാഹചര്യമുണ്ടായി. 2 റൗണ്ടാണ് തിരച്ചിൽ പൂർത്തിയാക്കിയത് ഉദ്യോഗസ്ഥരുടെ സംഘം. അതിനുശേഷവും തിരച്ചിൽ പൂർത്തിയാക്കാതെ 4 ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് തിരിക്കുന്ന സാഹചര്യമുണ്ടായി. കോയമ്പത്തൂർ വരെ കുട്ടിയെ തിരഞ്ഞു. അതിനുശേഷമാണ് RPF ഉദ്യോഗസ്ഥർ കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പോൾ മടങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ അതിനുശേഷം വന്ന തിരുവനന്തപുരത്ത് എത്തിയ ട്രെയിനിലും പരിശോധന ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം വിവേക് എക്സ്പ്രസ് ഇപ്പോൾ ഞാനുള്ള പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. ആ ട്രെയിനിലും പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടി മറ്റൊരു സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത ട്രെയിനിൽ കയറി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന. RPF ഉദ്യോഗസ്ഥരോട് ഇവിടെ തന്നെ തുടരാൻ ഇതിനോടകം തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് അത്തരത്തിലുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ പെൺകുട്ടി എവിടെ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിൽ. ട്രെയിനിൽ കയറി പോകാനുള്ള സാധ്യത ഇപ്പോഴും DCP തള്ളിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ വടക്കൻ ജില്ലകളിലേക്ക് അടക്കം എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി RPFന്റെ പരിശോധനകൾ ഇനിയും തുടരും. ഇപ്പോൾ 2:28 ആയിരിക്കുന്നു. 2:40 വിവേക് എക്സ്പ്രസ് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക്, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക. ആ സമയത്ത് പരിശോധനകൾ ഉണ്ടാകും. നേരത്തെ കണ്ടതുപോലെ തന്നെ ട്രെയിനിനകത്ത് കയറി അവരുടെ കയ്യിൽ ഒരു ചിത്രം മാത്രമാണുള്ളത്. ആ ചിത്രം ആളുകളെ കാണിച്ച് കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേക പരിശോധനകൾ നടത്തി ആ തരത്തിൽ തന്നെയായിരിക്കും കുട്ടിക്ക് വേണ്ടിയുള്ള പരിശോധന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന അരുണ എക്സ്പ്രസ് ഇവിടേക്ക് എത്തിയ വേളയിൽ ഈ പോലീസും RPFും ചേർന്നുകൊണ്ട് ഓരോ കമ്പാർട്ട്മെന്റിലും കയറി കുട്ടികളുണ്ടോ, ഈ കുട്ടി ഉണ്ടോ എന്നുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ശുചിമുറിയിലടക്കം അടച്ചിട്ടിരിക്കുന്ന ശുചിമുറിയാണെങ്കിൽ അത് തുറന്നു നോക്കി അതിനകത്തുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുള്ള ഒരു പഴുതടച്ചിട്ടുള്ള ഒരു പരിശോധന തന്നെയായിരുന്നു. ഏറെ നേരം 20 മിനിറ്റിലധികം നീണ്ടുന്ന പരിശോധനകൾ നടന്നത്. എന്നാൽ അതിൽ ഈ കുട്ടി ഇല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധനകൾ, ആ ട്രെയിനിലെ പരിശോധനകൾ നിർത്തി ട്രെയിൻ കടന്നു പോകാനുള്ള അനുമതി നൽകിയത്. എന്തായാലും ഇനിയിപ്പോൾ വിവേക് എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അതിന്റെ അനൗൺസ്മെന്റുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം വിവേക് എക്സ്പ്രസ് ഇവിടേക്ക് എത്തിച്ചേരും. ആ ട്രെയിനിലും കൂടി പരിശോധന നടത്താനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ RPFന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ആ ട്രെയിനിൽ കുട്ടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. RPF ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ഇവിടെ സജ്ജരായി നിൽപ്പുണ്ട്. ഉന്മേഷ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടേക്ക് വിവേക് എക്സ്പ്രസ് എത്തിച്ചേരുന്നുണ്ട്. അതിലും പരിശോധന നടക്കും എന്ന് നിഖിൽ അറിയിച്ചു. നേരത്തെ അസമിലേക്കുള്ള മറ്റൊരു ട്രെയിൻ, അത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിൽച്ചറിലേക്ക് പുറപ്പെട്ട ട്രെയിനാണ്. ആ ട്രെയിനിൽ കുട്ടിയുണ്ട് എന്നുള്ള തരത്തിൽ സംശയം ഉയർന്നു. കുട്ടിയെ കിട്ടി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പരിശോധനകൾ നടന്നതാണ്. കോയമ്പത്തൂർ വരെ പരിശോധന നടത്തി, തിരച്ചിൽ നടത്തി. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന മറ്റു ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പരിശോധന നടക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് എത്തുന്ന വിവേക് എക്സ്പ്രസ്സിൽ പരിശോധന നടക്കും. അത് 2:40 പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നാണ് നിഖിൽ പ്രമേഷ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ട്രെയിനിലും പരിശോധന നടക്കും. അങ്ങനെ എല്ലാ സാധ്യതകളും തേടുന്നുണ്ട്. കുട്ടി എവിടെ എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ തിരച്ചിൽ, പരിശോധന അത് ഊർജിതമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് സംഘമുണ്ട്. തിരുവനന്തപുരം നഗരത്തിനകത്തും പരിശോധന നടക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ നഗരപ്രദേശത്ത് തന്നെ കുട്ടി ഉണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നുണ്ട്. രാവിലെ 10 മണിയോടെയാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കുട്ടിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 50 രൂപയാണ് എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അത് പോലീസ് ആ വിവരമാണ് നൽകുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞോ? കാരണം ഇപ്പോൾ ഉച്ചസമയം പിന്നിട്ട്, രാത്രി പിന്നിട്ട്, പിറ്റേ ദിവസം പുലർച്ചെയായിരിക്കുന്നു. അപ്പോൾ അത്രയും സമയമൊക്കെ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇരിക്കാൻ എങ്ങനെ കഴിയും? തളർച്ച ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും കുട്ടി മാറിയിരിക്കുന്നുണ്ടോ? അതോ ആൾക്കൂട്ടത്തിനിടയിലാണോ ഉള്ളത്? ഏതൊക്കെ വഴിയിലൂടെ കുട്ടി പോയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പോലീസ് ഇപ്പോൾ തിരയുന്നുണ്ട്. ഏതായാലും 3 CCTV ദൃശ്യങ്ങൾ ഇതിനോടകം പോലീസ് ഇപ്പോൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷം പോലീസ് സംഘം പറയുന്നത് കുട്ടി തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴക്കൂട്ടത്തെ പോലീസ് സ്റ്റേഷൻ സമീപത്തെ ഒരു കടയിൽ കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അതിന്ന് രാവിലെ 10:43
ദൃശ്യങ്ങളാണ്. അതനുസരിച്ച് നഗരഭാഗത്തേക്ക് കുട്ടി പോയി എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ കഴക്കൂട്ടത്ത് അതിനുശേഷം കുട്ടി ഏത് ഭാഗത്തേക്ക് പോയി, ഏതൊക്കെ വഴികളിലൂടെ പോയി എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയേ കുട്ടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വി എ ഗിരീഷ് വീണ്ടും ചേരുന്നുണ്ട്. ഗിരീഷ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ കൈമാറുന്നുണ്ടോ ഗിരീഷ്? ഉന്മേഷ, ഇപ്പോഴും ഈ CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ, നേരത്തെ ഹരിയും ഒക്കെ സൂചിപ്പിച്ച പോലെ, AJ ഹോസ്പിറ്റലിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. 4 അംഗ സംഘമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിനകത്ത് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹോസ്പിറ്റലിലെത്തി ഇവർ CCTVകൾ പരിശോധിക്കണം എന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ ഇതിന് ടെക്നീഷ്യനെ വിളിച്ചു വരുത്തി ഇപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഈ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തുകയും ഇവിടെ ഈ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്ത് രാവിലെ 10 മണി മുതലുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുമ്പുണ്ടാകും എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനവും പ്രതീക്ഷയും തന്നെ. കാരണം ഈ കഴക്കൂട്ടം ജംഗ്ഷൻ, ഈ നേരത്തെ കുട്ടി താമസിച്ചിരുന്ന ഈ ബ്ലോക്ക് ഓഫീസിന് സമീപത്ത് നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ഈ കഴക്കൂട്ടം ജംഗ്ഷനും AJ ഹോസ്പിറ്റലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടി ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ CCTV ദൃശ്യങ്ങളിൽ ഉൾപ്പെടും എന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഹോസ്പിറ്റലിൽ നിരവധി CCTV ക്യാമറകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ക്യാമറയിൽ കുട്ടിയുടെ ദൃശ്യം പതിയും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി തിരച്ചിലിന് എളുപ്പമാകും എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. കാരണം ഈ കഴക്കൂട്ടം നേരത്തെ കിട്ടിയ ദൃശ്യങ്ങൾ 10:43 കിട്ടിയ ആ ദൃശ്യമല്ലാതെ അതിനുശേഷമുള്ള കുട്ടിയുടെ ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഇത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി അന്വേഷണത്തിന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കൂടി പോലീസ് തീരുമാനിച്ചത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പരിശോധന നടക്കുന്നത്. നാട്ടുകാർ ഈ സ്ഥലങ്ങളിലെല്ലാം അവരുടെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. എവിടെയൊക്കെയാണ് CCTV ഉള്ളത് എന്ന് കണ്ടെത്തുന്നു. ആ വിവരം പോലീസിനെ അറിയിക്കുന്നു. പോലീസ് സംഘം അവിടെ എത്തി ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു പരിശോധനാ സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് 3.5 കിലോമീറ്ററിൽ അകത്തുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പരിശോധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റായി പോലീസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. ബാക്കിയുള്ള CCTV ദൃശ്യങ്ങളുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ, പരിശോധിച്ച CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പോലീസിൻ്റെതായ ചില നിഗമനങ്ങളിൽ അവർ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി ഈ തിരുവനന്തപുരത്ത് നഗരത്തിൽ തന്നെ ഉണ്ടാകാം എന്ന ഒരു നിലപാടിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നതും മറ്റു ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നതും. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഈ കഴക്കൂട്ടം കഴിഞ്ഞാൽ ദേശീയപാതയിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യവട്ടമാണ്. അതോടൊപ്പം പിന്നീട് ശ്രീകാര്യം. ഏറ്റവും കൂടുതൽ തിരക്കുള്ള 2 സ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം. ഈ ഭാഗങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് ഈ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെയെല്ലാം നിരവധി CCTVകൾ വീടുകൾക്ക് സമീപവും അതോടൊപ്പം തന്നെ പൊതുസ്ഥാപനങ്ങളുണ്ട്. ഇതിലുമൊക്കെ ആൾക്കാർ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുന്ന് പ്രധാനമായിട്ടുള്ള ചില ഇടവഴികളുണ്ട്, ചില പ്രധാന പോക്കറ്റ് റോഡുകളുണ്ട്. ഈ പോക്കറ്റ് റോഡുകളിലേക്കുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നതിന് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പോക്കറ്റ് റോഡുകളിലേക്ക് കയറിയുള്ള ഒരു പരിശോധന നേരത്തെ തന്നെ പോലീസിന്റെ പെട്രോൾ സംഘം ഇവിടെയൊക്കെ പരിശോധന നടത്തിയതാണ്. പക്ഷേ CCTVകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന കൂടി ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുന്നു. കാരണം ഈ AJ ഹോസ്പിറ്റലിന് മുന്നിലൂടെയുള്ള വഴി എന്ന് പറയുന്നത് നേരെ പോകുന്നത് വേളി ഭാഗത്തേക്കുള്ളതാണ്. അങ്ങനെ ഈ ഭാഗത്തേക്കുള്ള വഴികളും അതോടൊപ്പം മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള വഴികളും എല്ലാം തന്നെ പോലീസ് ഇപ്പോൾ അരിച്ചു പറക്കുന്നു, അക്ഷരാർത്ഥത്തിൽ അരിച്ചു പറക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. വി എ ഗിരീഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിക്കായുള്ള തിരച്ചിൽ നടക്കുന്നു. ഗിരീഷ് പറയൂ. ഗിരീഷ്, ഉന്മേഷ, ഇപ്പോൾ ഈ AJ ഹോസ്പിറ്റലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. കാരണം ഈ ഹോസ്പിറ്റലിന് എതിർവശമുള്ള വഴിയിൽ കൂടി കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് നീങ്ങുന്നത് കണ്ടു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഹോസ്പിറ്റലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ക്യാമറ ഈ വഴിയിൽ കൂടെയാണ് ക്യാമറ. ഈ റോഡിന് അഭിമുഖമായിട്ട് തന്നെയാണ് ഈ ക്യാമറയിലാണ് കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ
ലഭിക്കുന്ന സൂചനകൾ ഈ ഭാഗത്ത് നിന്ന് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് കുട്ടി സഞ്ചരിക്കുന്നതായുള്ള ദൃശ്യങ്ങളാണ് CCTV ക്യാമറയിൽ പതിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അത് കഴക്കൂട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കാര്യവട്ടത്തേക്ക് തിരിയുന്ന ആ വഴി, മറ്റൊന്ന് ബൈപ്പാസിലേക്ക്, കോവളം ബൈപ്പാസിലേക്ക് പോകുന്ന ആ വഴി. ഈ രണ്ട് സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഇനി പോലീസിന് കൂടുതലായി പരിശോധിക്കേണ്ടി വരും. ഇതിനുള്ള ഒരുക്കങ്ങളിലേക്ക്, ഇതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. നേരത്തെ തന്നെ ഈ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ പരിശോധന ഇപ്പോൾ വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. മറ്റു സ്ഥലങ്ങളിലേക്കുള്ള CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കുക. ഇതനുസരിച്ച് ഇന്ന് പുലരുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനത്തിലേക്കും അതോടൊപ്പം തന്നെ കുട്ടിയെ കണ്ടെത്താനുമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മറ്റ് അടയാളങ്ങളോ അല്ലെങ്കിൽ മറ്റ് കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള മറ്റു മാർഗങ്ങളോ ഒന്നും തന്നെ പോലീസിന്റെ മുമ്പിൽ ഇപ്പോഴില്ല. കാരണം വിലപ്പെട്ട 5-6 മണിക്കൂറുകൾ ഈ ഒരു സമയം കൊണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം അവർ പോലീസിനെ അറിയിക്കുന്നത് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ്. ഇതിനുശേഷം പോലീസിന്റെ അന്വേഷണം തുടങ്ങി ഇതൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു വരുമ്പോഴേക്കും അല്പം വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം നഗരത്തിലെമ്പാടും തന്നെ പോലീസിന്റെ വിവിധ പെട്രോളിംഗ് സംഘങ്ങൾ പരിശോധന നടത്തുകയും ചെയ്യുന്നു. സംശയമുള്ള സ്ഥലങ്ങൾ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ, അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം ഇപ്പോൾ കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോയത് എന്നുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടു എങ്കിൽ പോലും ഇതിന് മുമ്പോട്ടുള്ള, അതായത് മംഗലാപുരം ഭാഗത്തേക്കുള്ള ഭാഗങ്ങളിലുമൊക്കെ പോലീസ് നേരത്തെ തന്നെ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോഴും 2 സംഘങ്ങളായി പോലീസ് അവിടെ പരിശോധനയും നടത്തുന്നുണ്ട്. അതോടൊപ്പം മറ്റ് സംഘങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം നഗരത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുമ്പ് പോലീസിന് ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതും. നേരത്തെ തന്നെ കഴക്കൂട്ടം സ്റ്റേഷനിലെത്തിയ കമ്മീഷണർ സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട കവലകൾ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ പോലീസ് ഇത്തരത്തിലുള്ള പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല. നമുക്ക് അറിയാവുന്ന പോലെ, നേരത്തെ ഉന്മേഷൊക്കെ സൂചിപ്പിച്ച പോലെ, കുട്ടിക്ക് ഒന്നാമത് പ്രാദേശികമായ മലയാളം ഭാഷ അറിയില്ല, മറ്റു ഭാഷകൾ അറിയില്ല. അവർ ആസാമിൽ നിന്ന് 28-ാം തീയതിയോടുകൂടി ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നതാണ്. പുതിയ താമസക്കാരാണ്. ഇവിടെ മറ്റ് പരിചയക്കാർ ആരും തന്നെയില്ല. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തെ, ഈ പ്രദേശത്തെ, തിരുവനന്തപുരം നഗരത്തിലെ വഴികൾ അറിയില്ല. അതുകൊണ്ട് തന്നെ നിരവധി പ്രതിസന്ധികൾ പോലീസിന്റെ അന്വേഷണത്തിന്, അല്ലെങ്കിൽ നിരവധി കടമ്പകൾ പോലീസിന്റെ അന്വേഷണത്തിന് മുമ്പിലുണ്ട്. ഏതായാലും ഇതെല്ലാം ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി പരിഹരിക്കപ്പെടും, ഒരു മുന്നിലേക്കുള്ള വഴി തെളിയും എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉന്മേഷ്, ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു CCTV ദൃശ്യം കൂടി കിട്ടിയിട്ടുണ്ട്. അത് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കഴക്കൂട്ടത്തെ AJ ഹോസ്പിറ്റലിന് സമീപത്തെ ഒരു CCTV ദൃശ്യമാണ്. ആ CCTV ദൃശ്യം ഇപ്പോൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യം പരിശോധിച്ചതിൽ നിന്ന് കുട്ടി നഗരഭാഗത്തേക്ക്, തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് തന്നെയാണ് പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട്. നേരത്തെ പോലീസ് വ്യക്തമാക്കിയ പോലെ തന്നെയാണ് അപ്പോൾ സൂചനകൾ കുട്ടി കഴക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് തന്നെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആ CCTV ദൃശ്യങ്ങൾ അല്പ സമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. VA ഗിരീഷ് തുടരുന്നുണ്ട്. ഗിരീഷ്, അപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോഴും വ്യക്തമാകുന്നത് കുട്ടി ഈ നഗരഭാഗത്തേക്ക് പോയതായിട്ട് തന്നെയാണ്, അല്ലേ? പുതിയ CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് തന്നെ പോയിരിക്കുന്നു. അങ്ങോട്ടേക്കാണ് യാത്ര ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന കൂടി ഈ CCTV ദൃശ്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമായിരിക്കും പോലീസ് ഔദ്യോഗികമായി കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുക. ഏതായാലും ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇപ്പോൾ തന്നെ പോലീസിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഈ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് തന്നെയാണ് യാത്ര ചെയ്തിരിക്കുന്നത്
ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ആ റോഡുകളിലേക്ക് തന്നെയാണ് യാത്ര ചെയ്തിരിക്കുന്നത് എന്ന് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ AJ ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്നത്. AJ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻവശത്തെ CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളാണ് ഇത്. കഴക്കൂട്ടം നഗരത്തിന് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു റോഡരികിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് AJ ഹോസ്പിറ്റൽ. സ്വാഭാവികമായും ഈ റോഡിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടാകും. ഇത് പരിശോധിച്ചപ്പോഴാണ് കുട്ടി ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതും പോലീസ് അറിയിച്ചതുമനുസരിച്ച് വേണ്ട 3.5 കിലോമീറ്ററോളം സ്ഥലത്തെ പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു. എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പിക്കുന്ന ഒരു ലീഡിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിർണായകമായ ഒരു തെളിവ് പോലീസിന് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ഭാഗത്തേക്ക് തന്നെയാണ് ആ കുട്ടി പോയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയുള്ള അന്വേഷണം ഈ പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. കാരണം തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള വഴികൾ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 പ്രധാനപ്പെട്ട വഴികളുണ്ട്. ഒന്ന് കഴക്കൂട്ടത്ത് നിന്ന് കാര്യവട്ടം വഴി ശ്രീകാര്യം വഴി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്നതിനുള്ള വഴി, മറ്റൊന്ന് ബൈപ്പാസ് വഴിയുള്ള പുതിയ വഴി. ഈ 2 വഴികളിലും ഇപ്പോൾ ആ പുതിയ CCTV ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഗിരീഷ് നേരത്തെ സൂചിപ്പിച്ച AJ ഹോസ്പിറ്റലിൽ നിന്നുള്ള CCTV ദൃശ്യമാണ്. ആ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചപ്പോൾ കുട്ടി ആ നഗരഭാഗത്തേക്ക് തന്നെ പോയതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പുതിയൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നാണ്. അവിടെ നിന്ന് സൂരജ് സജി ഇപ്പോൾ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഒരു കുട്ടിയെ കണ്ടെത്തിയിരുന്നു. കുട്ടിയോട് രൂപസാദൃശ്യമുള്ള ഒരാളെ, പക്ഷേ അത് തിരുപ്പൂരിൽ നിന്ന് കാണാതായ അനുശ്രീ എന്ന കുട്ടിയാണെന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ RPF സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ അത് തിരുപ്പൂരിൽ നിന്ന് കാണാതായ കുട്ടിയാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗിരീഷ്, തുടരാം. ഉന്മേഷ ഇതനുസരിച്ചുള്ള പരിശോധനകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ 2 വഴികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. നേരത്തെ പരിശോധിച്ചതിൽ നിന്നും കൂടുതലായി ഈ പ്രദേശത്ത് കൂടുതലായി CCTV സ്ഥാപിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ വീടുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാവുന്ന പോലെ തിരുവനന്തപുരം ബൈപ്പാസിൽ പല സ്ഥലങ്ങളിലായി ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഇവിടെയെല്ലാം തന്നെ CCTV ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കൂടി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും വിവിധ സ്ഥാപനങ്ങളുടെ CCTV ദൃശ്യങ്ങളിൽ കുട്ടിപ്പെടും. കാരണം കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നിരവധി മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയെല്ലാം തന്നെ CCTV സ്ഥാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ ഏതെങ്കിലും കുട്ടിപ്പെട്ടിട്ടുണ്ടോ, കുട്ടിയുടെ ദൃശ്യമുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം സമാന്തരമായി തന്നെ മറ്റൊരു സംഘം ഇവിടെ നിന്ന് ശ്രീകാര്യം ഭാഗത്തേക്ക്, അതായത് കാര്യവട്ടം ഭാഗത്ത് കൂടി ശ്രീകാര്യം ഭാഗത്തേക്കുള്ള വഴിയിലുള്ള CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ നിന്ന് ഒരു ലീഡ് കിട്ടും എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഒപ്പം തന്നെ ഈ പരിശോധനകൾക്കൊപ്പം തന്നെ എല്ലാ റോഡുകളിലും പോലീസ് സംഘം പെട്രോളിംഗ് നടത്തുന്നു. ഇടറോഡുകളിലടക്കം പോലീസ് സംഘം പെട്രോളിംഗ് നടത്തുന്നുണ്ട്. സംശയകരമായ സാഹചര്യങ്ങളിൽ കാണുന്നവരെ, അതോടൊപ്പം തന്നെ സംശയകരമായ കെട്ടിടങ്ങളിൽ ഉള്ളവരെ ഒക്കെ തന്നെ പോലീസ് സംഘം പരിശോധിക്കുന്നു. ഇവരുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതോടൊപ്പം ഈ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുണ്ട്, നിരവധി പണി പൂർത്തിയാകാത്ത കെട്ടിടങ്ങളുണ്ട്. ഇവിടെയൊക്കെ തന്നെ പോലീസ് സംഘം ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആളുകൾ കൂടുന്ന സ്ഥലം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് മറ്റ് ഭാഷകളോ ഒന്നും തന്നെ, പ്രാദേശിക ഭാഷ മലയാളമോ മറ്റൊന്നും തന്നെ അറിയാൻ മേലാത്തതിനാൽ ഈ കുട്ടി ചിലപ്പം ഒരുപക്ഷെ പരിഭ്രാന്തിയിലായിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ കുട്ടി മാറിയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് അതിനുള്ള സാധ്യത എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ആശുപത്രികളാണ്. മെഡിക്കൽ കോളേജ്, SIT ഉൾപ്പെടെയുള്ള നിരവധി ആശുപത്രികൾ ഏത് സമയത്തും രോഗികൾ കടന്നു വരാൻ ഉള്ള പാകത്തിൽ സജ്ജീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്കൊക്കെ എത്തിപ്പെടാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കാം. ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന, അതോടൊപ്പം ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡുകൾ മാത്രമല്ല, ഇതിനിടയിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ, KSRTC ബസ് സ്റ്റാൻഡുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ ബസ് സ്റ്റാൻഡുകളുണ്ട്. ഇവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില തുമ്പുകളിലേക്ക്, ചില സൂചനകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് പോലീസ് സംഘം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതും വ്യക്തമാക്കുന്നതും. ഉന്മേഷ്, ഇപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിക്ക് വേണ്ടി
ഇന്ന് രാവിലെ 10 മണിയോടെയാണ് കുഞ്ഞിനെ കാണാതായത്. വീട്ടിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. മാതാവ് കുട്ടിയെ ശകാരിച്ചതിൻ്റെ പേരിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടു പിന്നാലെ കുട്ടി അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. പക്ഷേ മാതാപിതാക്കൾ ഈ വിവരം അറിഞ്ഞത് വൈകിയാണ്. 4 മണിയോടെയാണ് പോലീസിന് പരാതി കിട്ടുന്നത്. 4:30 പോലീസിൻ്റെ അന്വേഷണം തുടങ്ങുന്നു. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. 4 നിർണായക CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് വ്യക്തമാക്കുന്നത് കുട്ടി കഴക്കൂട്ടത്ത് നിന്ന് നഗരഭാഗത്തേക്ക്, തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ളതാണ്.